പോരെ. ഇന്ന് രാജ്യസഭ ചില പ്രക്ഷുബ്ധമായ രംഗങ്ങൾക്ക് സാക്ഷ്യമായി. കാരണം കേരളത്തിൽ നിന്നുള്ള CPMന്റെ രാജ്യസഭ MP ജോൺ ബ്രിട്ടാസിനെ BJPയുടെ രാജ്യസഭ MP സുസ്മിതാ ദേവ് ലുങ്കിവാല എന്ന് രാജ്യസഭയ്ക്കകത്ത് നിരന്തരം വിളിച്ചാക്ഷേപിച്ചു എന്നതായിരുന്നു കാരണം. അതിനെതിരെ പ്രതിഷേധമുയർത്തിക്കൊണ്ട് ജോൺ ബ്രിട്ടാസ് എഴുന്നേറ്റത് രാജ്യസഭയ്ക്കകത്ത് ചില പ്രക്ഷുബ്ധമായ രംഗങ്ങൾക്ക് സാക്ഷ്യം വഹിച്ചു. പ്രത്യേകിച്ച് ജോൺ ബ്രിട്ടാസ് പറയുന്നത് നിരന്തരം ഈ സുസ്മിതാ ദേവ് തന്നെ ഇങ്ങനെ വിളിച്ചാക്ഷേപിച്ചു എന്നാണ്, ലുങ്കിവാല എന്ന് വിളിച്ചു ആക്ഷേപിച്ചു എന്നാണ്. ഈ നോർത്ത് ഇന്ത്യൻ സംസ്ഥാനങ്ങളിലെ ചില ആളുകൾ, ചില ഈ കുഴുത്തുരുമ്പ് പിടിച്ച ആളുകൾ സൗത്ത് ഇന്ത്യക്കാരെ വിളിച്ചാക്ഷേപിക്കുവാൻ ഉപയോഗിക്കുന്ന പദങ്ങളാണ് ലുങ്കിവാല എന്നതും മദ്രാസി എന്നതും. നമ്മൾ ഈ സൗത്ത് ഇന്ത്യയും നോർത്ത് ഇന്ത്യയുമായിട്ട് കമ്പയർ ചെയ്താൽ ഈ നോർത്ത് ഇന്ത്യയേക്കാൾ എത്രയോ ബെറ്ററാണ് സൗത്ത് ഇന്ത്യ. വിദ്യാഭ്യാസപരമായാലും ആരോഗ്യത്തിൻ്റെ കാര്യത്തിലാണെങ്കിലും കക്കൂസുകളുടെ കാര്യത്തിലാണെങ്കിലും ഒക്കെ വളരെ ബെറ്ററായിട്ടുള്ള സംസ്ഥാനങ്ങളാണ് സൗത്ത് ഇന്ത്യൻ സംസ്ഥാനങ്ങൾ. ചിലപ്പോൾ അവരുടെ സംസ്ഥാനങ്ങളിൽ വ്യവസായത്തിൻ്റെ ഒരു ആധിക്യം കുറവായിരിക്കാം. അത് കേരളത്തിൽ മാത്രമേ അങ്ങനെ വ്യവസായങ്ങളൊക്കെ കുറവുള്ളൂ. തെലങ്കാനയിലും തമിഴ്നാട്ടിലുമൊക്കെ വലിയ വലിയ വ്യവസായങ്ങളുണ്ട്, വലിയ വലിയ കമ്പനികളുണ്ട്. പക്ഷേ മിക്കപ്പോഴും ഈ നോർത്ത് ഇന്ത്യയിലെ ആളുകൾ ഈ നിറത്തിൻ്റെ പേരിലും തൊലി അല്പം സൗത്ത് ഇന്ത്യക്കാർക്ക് കറുത്തിരിക്കുന്നത് കൊണ്ടും പിന്നെ ലുങ്കി എടുക്കുന്നത് കൊണ്ടും ഒക്കെ നിരന്തരം ഇങ്ങനെ ഈ ലുങ്കിവാല അല്ലെങ്കിൽ മദ്രാസി എന്നൊക്കെ വിളിച്ച് ആക്ഷേപിക്കുന്ന ഒരു പതിവുണ്ട്. പക്ഷേ ഇപ്പോൾ ഇവിടെ വിളിച്ചിരിക്കുന്നത് സാധാരണക്കാരിയായ ഒരാളല്ല, ഒരു സാധാരണക്കാരനല്ല, മറിച്ച് BJPയുടെ സുസ്മിതാ ദേവ് എന്ന് പറയുന്ന MP ആണ്. എനിക്ക് തോന്നുന്നത് അവർ പശ്ചിമ ബംഗാളിൽ നിന്നുള്ള MP ആണെന്നാണ്. TMCയിൽ ഉണ്ടായിരുന്നു എന്ന് ചില ഗൂഗിളിലൊക്കെ സെർച്ച് ചെയ്യുമ്പോൾ കാണുന്നുണ്ട്. പിന്നെ ഇപ്പോൾ BJPയിലാണ്. അവരാണിപ്പോൾ ഈ ലുങ്കിവാല എന്ന് ജോൺ ബ്രിട്ടാസിനെ വിളിച്ചാക്ഷേപിച്ചിരിക്കുന്നത്. ഉത്തരവാദിത്തപ്പെട്ട ഭരണഘടനയിൽ തൊട്ട് സത്യപ്രതിജ്ഞ ചെയ്ത ഇന്ത്യയുടെ അഖണ്ഡതയിൽ വിശ്വസിക്കുന്ന ഒരു MP, അതും BJP എന്ന് പറയുന്ന ദേശീയ പാർട്ടിയുടെ ഒരു MP മറ്റൊരു സംസ്ഥാനത്തെ വളരെ ദുഷ്ടലാക്കോടുകൂടി ആ സംസ്ഥാനത്തിലുള്ള MPയെ ഒരു വിഭാഗീയതയുടെ പേരിൽ ലുങ്കിവാല എന്നൊക്കെ വിളിച്ചാക്ഷേപിക്കുന്നത് ഒട്ടും നമുക്ക് അനുകൂലിക്കാൻ പറ്റുന്ന ഒരു പ്രയോഗമല്ല. പ്രത്യേകിച്ചും BJP അധികാരത്തിൽ വന്നതിന് ശേഷം ഈ ജാതിയുടെ പേരിലായാലും മതത്തിൻ്റെ പേരിലായാലും ഭാഷയുടെ പേരിലായാലും ഒക്കെയുള്ള വിവേചനം കൂടി വരുന്നു എന്ന് തന്നെയാണ് എനിക്ക് പറയാനുള്ളത്. പ്രത്യേകിച്ച് നമുക്കറിയാം, ഈ വിദേശ രാജ്യങ്ങളിലൊക്കെ ജീവിച്ച ആളുകൾക്കറിയാം, നമ്മൾ ഈ എന്തെങ്കിലും ഫുഡ് കൊടുത്താൽ പോലും വിദേശ രാജ്യങ്ങളിലുള്ള ആളുകൾ അത് കഴിക്കാറില്ല. കാരണം അവർ പറയുന്നത് അല്ലെങ്കിൽ അവർ കണ്ടിട്ടുള്ളത് ഈ നോർത്ത് ഇന്ത്യൻ സംസ്ഥാനങ്ങളിലൊക്കെ ഈ സ്ട്രീറ്റ് ഫുഡുകൾ അനാവരണം ചെയ്യുന്ന യൂട്യൂബർമാർ അവിടെ പോയിട്ടൊക്കെ വളരെ വൃത്തിഹീനമായ സാഹചര്യങ്ങളിൽ ഉണ്ടാക്കുന്ന സ്ട്രീറ്റ് ഫുഡുകൾ ഇങ്ങനെ എക്സ്പ്ലോർ ചെയ്യാറുണ്ട്. അപ്പോൾ അവരൊക്കെ വിചാരിച്ചിരിക്കുന്നത് ഈ നോർത്ത് ഇന്ത്യയിലെ ഈ തെരുവുകളിൽ ഫുഡ് ഉണ്ടാക്കുന്നത് പോലെയാണ് ഞങ്ങളുടെ വീട്ടുകളിലുമൊക്കെ ഫുഡ് ഉണ്ടാക്കുന്നത് എന്നൊരു ധാരണ പ്രത്യേകിച്ചും ഈ മറ്റുള്ള രാജ്യങ്ങളിലെ ആളുകൾക്കുണ്ട്. അതുകൊണ്ട് തന്നെ നമ്മൾ മിക്കപ്പോഴും ഈ ഫുഡൊക്കെ കൊടുത്താലും അവർക്ക് കഴിക്കാൻ വൈമനസ്യമുണ്ട്. നിങ്ങൾ പലരും അത് അനുഭവിച്ചറിഞ്ഞേക്കാം. ഈ അടുത്ത കാലത്ത് ഉസ്ബെക്കിസ്ഥാനിലൊക്കെ പോയി അവിടെ ഹോട്ടൽ തുടങ്ങിയ ചില ഇന്ത്യൻ വിദ്യാർത്ഥികൾ പറയുന്നുണ്ടായിരുന്നു, അവിടെ ഈ ഹോട്ടലിലൊക്കെ സ്റ്റാഫായി നിർത്തിയിരിക്കുന്നത്, കുക്കായിട്ടും ക്യാഷ്യറായിട്ടൊക്കെ നിർത്തിയിരിക്കുന്നത് ഉസ്ബെക്കിസ്ഥാനികളെയാണ്. ഇന്ത്യക്കാർ എന്ന രീതിയിൽ അവിടെ നിന്നാൽ അവിടെ ആളുകൾ ഫുഡ് കഴിക്കാൻ വരില്ല. അതിന് കുറ്റം പറയേണ്ട കാര്യമില്ല. കാരണം നമ്മുടെ നാട്ടിലെ ചില ഫുഡ് എക്സ്പ്ലോർ വീഡിയോകളൊക്കെ കാണുമ്പോൾ നോർത്ത് ഇന്ത്യയിലെ ഫുഡ് ഉണ്ടാക്കുന്നത് പോലെയാണ് നമ്മുടെ നാട്ടിലെ ഫുഡ് ഉണ്ടാക്കുന്നത് എന്നാണ് അവരുടെ വിചാരം. നോർത്ത് ഇന്ത്യയും സൗത്ത് ഇന്ത്യയും തമ്മിൽ ഒരുപാട് വ്യത്യാസമുണ്ട്. സ്കൂളുകളുടെ കാര്യത്തിലായാലും വിദ്യാഭ്യാസത്തിൻ്റെ കാര്യത്തിലായാലും ആരോഗ്യ പരിപാലനത്തിൻ്റെ കാര്യത്തിലായാലും വലിയ വ്യത്യാസമുണ്ട്. സൗത്ത് ഇന്ത്യൻ സംസ്ഥാനങ്ങൾ നോർത്ത് ഇന്ത്യൻ സംസ്ഥാനങ്ങളെക്കാൾ ഒരു 100 പടിയെങ്കിലും മുന്നിലാണ് എന്ന് പറയാം. വ്യാവസായികമായിട്ട് കേരളം കുറച്ച് പിറകിലാണെങ്കിൽ പോലും നമ്മൾ നേടിയ ആരോഗ്യ സംരക്ഷണ കാര്യങ്ങൾ അതൊക്കെ അമേരിക്കയെക്കാളും ഒക്കെ വലിയ രീതിയിലാണ്. നമ്മുടെ ലിറ്ററസി റേറ്റ് അമേരിക്കയെക്കാളും ബെറ്ററാണ്. നമ്മുടെ പൊതുജന ആരോഗ്യം അമേരിക്കയെക്കാളും ബെറ്ററാണ്. അതിനോടൊപ്പം ഒക്കെ എത്താൻ ഈ നോർത്ത് ഇന്ത്യൻ സ്റ്റേറ്റുകൾക്ക് ഒരു 100 വർഷം കൂടി വേണ്ടി വരും എന്നതാണ് യാഥാർത്ഥ്യം. മിക്കപ്പോഴും നമുക്ക് നമ്മുടെ സ്റ്റേറ്റിൻ്റെ ഒരു മഹാത്മ്യം അറിഞ്ഞുകൂടാ എങ്കിലും ഇവിടെ വന്ന് യൂട്യൂബ് വീഡിയോ ചെയ്യുന്ന കുറേ വ്ളോഗേഴ്സ് ഉണ്ട് നോർത്ത് ഇന്ത്യയിൽ നിന്നൊക്കെ വരുന്ന. അവർ കേരളത്തിന് കൊടുക്കുന്ന ഒരു പ്രൊമോഷൻ നമ്മൾ അറിയേണ്ടതാണ്. കേരളത്തെ കണ്ടിട്ട് അവർ വല്ലാതെ വണ്ടറടിക്കുകയാണ്. ഇങ്ങനെ ഒരു സ്റ്റേറ്റ്, ഇന്ത്യയിൽ ഇത്രയും ഡെവലപ്ഡായ റോഡുകൾ, ഇത്രയും എഡ്യൂക്കേറ്റഡ് ആയ ആളുകൾ, ഇത്രയും സംസ്കാര സമ്പന്നരായ ആളുകൾ എന്നൊക്കെ പറഞ്ഞ് അവർ വല്ലാതെ വണ്ടറടിക്കുകയാണ്. ഒരുപക്ഷെ ഈ BJPയുടെ MP കേരളത്തിൽ വന്നിട്ടുണ്ടാകിരിക്കില്ല. അതുകൊണ്ടായിരിക്കും ഇത്തരം പരാമർശങ്ങളൊക്കെ ഉണ്ടാകുന്നത് എന്നാണ് എനിക്ക് തോന്നുന്നത്. എങ്കിലും ഉത്തരവാദിത്തപ്പെട്ട ഭരണഘടന തൊട്ട് സത്യപ്രതിജ്ഞ ചെയ്ത ഒരു MPയുടെ ഭാഗത്ത് നിന്ന് ഉണ്ടാകാൻ പാടില്ലാത്ത രീതിയിലുള്ള ചില പരാമർശങ്ങളാണ് അവരുടെ ഭാഗത്തു നിന്നുണ്ടായിരിക്കുന്നതെന്നാണ് യാഥാർത്ഥ്യം. പ്രത്യേകിച്ചും കേരളം എന്ന് പറയുന്ന ഒരു സ്റ്റേറ്റ് അതൊരിക്കലും ഒരു ഭാഷയുടെ പേരിൽ അഭിമാനിക്കുന്ന ഒരു സ്റ്റേറ്റ് അല്ല. തമിഴ്നാടിനെ പോലെ അവർക്കൊരു തമിഴിയൻ വികാരമുണ്ട്. അതിന് മുകളിൽ അവരൊന്നിനെയും പ്രതിഷ്ഠിക്കാറില്ല. പക്ഷേ നമ്മൾ
മിക്കപ്പോഴും മലയാളികൾ നമ്മൾ ഇന്ത്യക്കാരെന്ന രീതിയിലാണ് ആദ്യം പ്രൗഡ് ചെയ്യുന്നത്. അതിനുശേഷം മാത്രമേ നമ്മൾ ഒരു മലയാളി എന്ന രീതിയിൽ നമ്മൾ ഇമ്പോർട്ടൻസ് കൊടുക്കാറുള്ളൂ എന്നതാണ് ഒരു യാഥാർത്ഥ്യം. നമ്മുടെ ഒരു ആത്മാഭിമാനത്തെ വ്രണപ്പെടുത്തുന്ന രീതിയിൽ ഒരു ദേശീയ പ്രസ്ഥാനത്തിൻ്റെ BJPയുടെ MP യുടെ ഭാഗത്തു നിന്നുണ്ടാകുന്ന ഇത്തരം ഈ പരാമർശങ്ങളൊക്കെയും ഒഴിവാക്കേണ്ടതാണ് എന്നാണ് എൻ്റെ ഒരു അഭിപ്രായം. എന്തായാലും രാജ്യസഭാ ചെയർമാൻ രണ്ടുപേരെയും വിളിച്ചിട്ടുണ്ട് എന്ന രീതിയിൽ തന്നെയാണ് മാധ്യമ റിപ്പോർട്ടുകളൊക്കെയും പുറത്തു വരുന്നത്. ജോൺ ബ്രിട്ടാസിനെയും ഒപ്പം ഈ പരാമർശം നടത്തിയ MPയെയും വിളിച്ചിട്ടുണ്ട് എന്ന രീതിയിൽ ചർച്ചകൾ വരികയാണ്. എന്തായാലും ഞാൻ പറയട്ടെ, എന്നോട് ആർക്കും വിരോധം തോന്നില്ല. BJP അധികാരത്തിൽ വന്നതിന് ശേഷം ഇത്തരം ഈ ഒരു വിഭാഗീയതയുടെ അളവ് കൂടുതലാണ് എന്ന കാര്യത്തിൽ സംശയമില്ല. ഇന്നും ലോക്സഭയിൽ മറ്റൊരു ചർച്ച അടയ്ക്കാണ് FCRI ബന്ധപ്പെട്ട്. അതിൽ പോലും ഒരു വിഭാഗീയതയുടെ ഒരു രൂപമുണ്ട് എന്നതാണ്. അതിൽ KC വേണുഗോപാൽ പറഞ്ഞതുപോലെ RSSന് ധാരാളം വിദേശ ഫണ്ടുകൾ വരുന്നു. പക്ഷേ ന്യൂനപക്ഷ സംഘടനകൾക്ക്, പ്രത്യേകിച്ചും ക്രിസ്ത്യൻ സംഘടനകൾക്ക് വിദേശ സഹായം ലഭിക്കുന്നതിനെ എതിർക്കുന്ന ഒരു ബില്ലാണത്. അതിനുമായി ബന്ധപ്പെട്ട ഭേദഗതികളൊക്കെയും ചർച്ച നടക്കുന്നു രാജ്യസഭയിൽ എന്ന ഒരു പ്രത്യേകതയുമുണ്ട്. എന്തായാലും അത്തരം ഒരു വിഭജനത്തിൻ്റെ തോത് BJP ഭരിക്കുമ്പോൾ കൂടുതലാണ് എന്ന രീതിയിലാണ് റിപ്പോർട്ടുകളൊക്കെയും പുറത്തു വരുന്നത്. എന്തായാലും BJPയുടെ ഒരു ഊതിപ്പിർപ്പിച്ച ബലൂൺ ആണ് BJPയുടെ ഒരു പ്രതിച്ഛായ എന്ന രീതിയിൽ തിരിച്ചറിവുകൾ നോർത്ത് ഇന്ത്യയിലെ ജനങ്ങൾക്കുണ്ടാകുന്നു എന്നതാണ് അല്പം ആശ്വാസം നൽകുന്ന കാര്യം. ഈ മോഡിയുടെ 46 ഇഞ്ചും അതുപോലെയുള്ള കാര്യങ്ങളുമൊക്കെ അന്ധഭക്തർ ഊതിവിർപ്പിച്ച വെറും നീർക്കുമ്പളകളാണ്. അദ്ദേഹം വെറും 4ാം ക്ലാസ്സും കുസ്തിയുമാണ് എന്ന രീതിയിൽ ഇപ്പോൾ ജൻസികളുടെ ഇടയിൽ വരുന്നൊരു സംസാരം, അത് ഒരുപക്ഷെ BJPക്ക് തിരിച്ചടി ഉണ്ടാകും എന്ന കാര്യത്തിൽ സംശയമില്ല. പ്രത്യേകിച്ചും ഈ ജന്തർ മന്ദറിലെ സമരവുമായി ബന്ധപ്പെട്ട ചർച്ചകളിലൊന്നും നരേന്ദ്രമോദിയും അമിത്ഷായും ലോക്സഭയിൽ വരാത്തത് അതുപോലും ഒരു ചർച്ചയെ നേരിടുവാനുള്ള അവരുടെ കഴിവില്ലായ്മയായി സൂചിപ്പിക്കപ്പെടുന്നുണ്ട്. അത് ഒരു പരിധിവരെ ശരിയുമാണ്. കാരണം അമിത്ഷായ്ക്കോ നരേന്ദ്രമോദിക്കോ പ്രത്യേകിച്ച് അസുഖങ്ങളൊന്നുമില്ല. ഇന്നലെ ശരത് പവാറിൻ്റെ ചെറുമകൻ്റെയോ മകളുടെയോ ഒക്കെ കല്യാണത്തിൽ അമിത്ഷായുടെ സാന്നിധ്യമുണ്ടായിരുന്നു. അപ്പോൾ ചർച്ചകളിൽ നേരിട്ട് വരുവാനുള്ള ഒരു വൈമുഖ്യം, അല്ലെങ്കിൽ ഈ ജന്തർ മന്ദറിലെ വിദ്യാർത്ഥി സമരവുമായി ബന്ധപ്പെട്ട പോലീസ് ലാത്തിചാർജും അതുമായി ബന്ധപ്പെട്ട ചർച്ചകൾക്ക് മറുപടി പറയുവാനില്ല എന്ന ഒറ്റ കാരണത്താലാണ് അവർ വരാതിരിക്കുന്നത് എന്നുള്ള ചർച്ചകളും ഒക്കെ വരികയാണ്. എന്തായാലും മാധ്യമ ചർച്ചകൾ ഇപ്പോൾ നേരത്തെ പോലെയല്ല, ഊതിവീർപ്പിച്ച നീർക്കുമ്പളായിരുന്നു നരേന്ദ്രമോദിയും അമിത്ഷായും എന്നൊരു തിരിച്ചറിവുണ്ടാകുന്നുണ്ട്. അത് കോൺഗ്രസ് എത്ര ശ്രമിച്ചിട്ടും ആ ചർച്ച മുന്നോട്ട് വയ്ക്കാൻ കഴിഞ്ഞിരുന്നില്ല. കാരണം മിക്കപ്പോഴും രാഹുൽ ഗാന്ധിയെ പപ്പു എന്ന് വിളിച്ച് ആക്ഷേപിച്ചിരുന്നു. പക്ഷേ അദ്ദേഹം വളരെ വെല്ലായിട്ട് കാര്യങ്ങളൊക്കെ അവലോകനം ചെയ്ത് സംസാരിക്കുന്ന ആളാണ്. പക്ഷേ എന്തുകൊണ്ടോ ഇന്ത്യയിലെ മീഡിയകളൊക്കെയും നരേന്ദ്രമോദിയുടെ ഒരു അണ്ടറിലായിരുന്നതുകൊണ്ട് അങ്ങനെ ഒരു വീക്ഷണത്തിൽ ആളുകളൊക്കെ വിശ്വസിച്ചിരുന്നു. പക്ഷേ ഇപ്പോൾ ഈ അവസരങ്ങളിൽ ജൻസികൾ ആ നീർക്കുമ്പള പൊളിക്കുകയാണ്. ഇപ്പോൾ ജൻസികൾ വിളിച്ചു പറയുന്നുണ്ട്, നരേന്ദ്രമോദി എഡ്യൂക്കേറ്റഡ് അല്ല, അദ്ദേഹത്തെക്കാളും കാര്യങ്ങൾ സംവദിക്കുവാനും കാര്യങ്ങൾ പഠിച്ച് അവതരിപ്പിക്കാനും ഒക്കെ കഴിയുന്നത് രാഹുൽ ഗാന്ധിക്കാണ് എന്ന രീതിയിൽ ജൻസികളുടെ ഒരു സംസാരം ഉണ്ടാകുന്നതും ഒക്കെ BJPക്ക് തിരിച്ചടിയാകും എന്ന കാര്യം സംശയമില്ല. നമ്മളൊരു സബ്ജക്റ്റ് തുടങ്ങി മറ്റൊരു സബ്ജക്റ്റിൽ എത്തി നിർത്തുകയാണ്. തൽക്കാലം ഈ വീഡിയോ ഇവിടെ വാങ്ങുന്നു. മറ്റു വീഡിയോ കാണുന്നവരെ നന്ദി, നമസ്കാരം, ജയ് ഹിന്ദ്.